Good morning, all. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? മിസ് കുറെ ദിവസമായി. കഴിഞ്ഞ ദിവസം മൺഡേ കണ്ടാണ്, പിന്നെ കണ്ടില്ല അല്ലെ? മറന്നുപോയോ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, മിസ് എവിടം വരെ എടുത്തു എന്ന് പറഞ്ഞേ, നോക്കട്ടെ. ഓർമ്മയുണ്ട് നോക്കട്ടെ. കോമ്പോണൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസ് വരെ എടുത്ത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെത്തേഡ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, വായിച്ചു നോക്കിയോ എല്ലാവരും? മിസ് എടുത്തത് ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് തുടങ്ങാലോ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള, ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കാനുള്ള മെത്തേഡ്സുകൾ അല്ലെ, രീതികൾ ഏതെല്ലാമാണ്? 4 മേജർ മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോളിന് നമ്മൾ ഉപയോഗിക്കുന്ന 4 മേജർ ആയിട്ടുള്ള മെത്തേഡ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഐസൊലേഷൻ പ്രിക്കോഷൻസ് അല്ലെ. നിങ്ങൾക്കറിയാം എന്താണ് ഐസൊലേഷൻ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക അല്ലെ, മാറ്റി താമസിപ്പിക്കുക. ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻസ് അല്ലെ ആവാതിരിക്കുന്നതിന് വേണ്ടി അവരെന്താണ് ഒറ്റയ്ക്ക് താമസിപ്പിക്കുക അല്ലെ. നെക്സ്റ്റ് ബാരിയർ മെത്തേഡ്സ്, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള മെത്തേഡ്സ്. എന്താണ് ബാരിയർ? PPE കിറ്റുകൾ ബാരിയർ ആണോ? PPE കിറ്റുകൾ പോലെയുള്ള അല്ലെ, ഹാൻഡ് വാഷിങ്, സ്റ്റെറിലൈസേഷൻസ്, അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുക അല്ലെ, ബാരിയേഴ്സ് സൃഷ്ടിക്കുക. നെക്സ്റ്റ് പറയുന്നത് സർജിക്കൽ അസെപ്സിസ്. എന്താണ്? നമ്മുടെ പല മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് സർജറി ചെയ്യേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് അല്ലെ, യൂറിനൽ കത്തീറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ IV ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കണോ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസ് ടെക്നിക്സുകൾ, സ്റ്റെറൈൽ ടെക്നിക്സുകളെയാണ് സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് ഒക്കെ ഇടുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് ആ ഒരു പ്രാക്ടീസിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സ്റ്റെറൈൽ ടെക്നിക്സുകളെയാണ് സർജിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്, അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ അസെപ്സിസ് അല്ലെ. മെഡിക്കൽ അസെപ്സിസ് എന്ന് പറഞ്ഞാല്, മെഡിക്കൽ അസെപ്സിസ് ഈസ് എ ക്ലീൻ ടെക്നിക്സ്. എന്താണ്? എന്തിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ഓൺ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഹാൻഡ് വാഷ് ചെയ്യുക. ഓക്കെ, ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെ. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് വാഷ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നത്? റെഡ്യൂസ് മൈക്രോ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എന്താണ്? ഫോക്കസ് ഓൺ റെഡ്യൂസ് ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെ. ആ ഒരു ഇൻഫെക്ഷൻസിൽ നിന്നുള്ള ആ ഒരു റിസ്കുകൾ, ആ ഒരു മൈക്രോ ഓർഗാനിസംസിൽ നിന്നുള്ള ആ ഒരു റിസ്കുകൾ, അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെ ചെയ്യുന്ന ടെക്നിക്സ് ആണ് മെഡിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു ഏകദേശ ഐഡിയ തന്നാണ്, നമുക്ക് ഓരോന്നിനെ കുറിച്ചും പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് എടുത്തത് മെഡിക്കൽ അസെപ്സിസ്. മെഡിക്കൽ അസെപ്സിൽ ഫസ്റ്റ് എന്താണ്? ഹാൻഡ് വാഷിംഗ് ആണ് അല്ലെ. ഹൗ ടു വാഷ് യുവർ ഹാൻഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻഫെക്ഷൻസ്
ടോപ്പ് ചെയ്യുക അല്ലെ. അറിയാലോ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകള് നമ്മ HAയിലൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ജസ്റ്റ് അതിന്റെ പിക്ചർ തന്നിട്ടുണ്ട് ഒന്നുകൂടി, അപ്പൊ അത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് അതുകൊണ്ടുള്ള ഗോൾ അല്ലെ, ലക്ഷ്യം എന്താണ്? മെഡിക്കൽ അസെപ്സിസ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ടു റിമൂവ് pathogen from surface equipment and the hands of healthcare. എന്താണ് നമ്മുടെ ആ ഒരു മെഡിക്കൽ അസെപ്സിസ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? പാത്തജൻസിനെ നശിപ്പിക്കുക അല്ലെ, റിമൂവ് ചെയ്യിക്കുക. എവിടെ നിന്നൊക്കെ റിമൂവ് ചെയ്യിക്കണം? സർഫസിൽ നിന്ന്, എക്യുപ്മെന്റുകളിൽ നിന്ന്, ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഹാൻഡ്സിൽ നിന്ന് അല്ലെ. അപ്പൊ എന്താണ് അതുകൊണ്ടുള്ള ലക്ഷ്യം? എന്താണ്? പാത്തജൻസിനെ റിമൂവ് ചെയ്യുക അല്ലെ. എന്ത്? നമ്മുടെ സർഫസിൽ നിന്ന്, എക്യുപ്മെന്റുകൾ, നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകള് കെയർസ് ഒക്കെ നൽകുന്ന എക്യുപ്മെന്റുകളിൽ നിന്ന്, കൂടാതെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഹാൻഡ്സിൽ നിന്നും പാത്തജൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മെഡിക്കൽ അസെപ്സിസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിവെൻഷൻ അല്ലെ, അത് തടയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്, ശരിയായ രീതിയിൽ ഹാൻഡ് വാഷിംഗ് നടത്തുക അല്ലെ. വിസിബിളി സോയിൽഡ് ഹാൻഡ്, യൂസ് സോപ്പ് ആൻഡ് വാട്ടർ. നമ്മുടെ കയ്യില നമ്മുടെ ഹാൻഡ്സില് ഇൻഫെക്ഷൻസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ വിസിബിളി സോയിൽഡ് ഹാൻഡ് അല്ലെ, മലിനമായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹാൻഡ് വാഷിംഗ് ചെയ്യേണ്ടത്? യൂസ് സോപ്പ് ആൻഡ് വാട്ടർ അല്ലെ. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്കായിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ തന്നെ കൊണ്ടുപോയി കൈ കഴുകി കഴിയില്ലേ, സോപ്പൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് വാഷറൊക്കെ ഉപയോഗിച്ച് കഴുകി കഴുകിക്കളയൂല്ലേ. അപ്പൊ എന്താണ്? വിസിബിളി സോയിൽഡ് ഹാൻഡ്, നമ്മുടെ കയ്യില് മലിനമായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സോപ്പും വാട്ടർ ഉപയോഗിച്ച് കൈ കഴുകുക. നെക്സ്റ്റ് പറയാം, ഹാൻഡ്സ് ആർ നോട്ട് വിസിബിളി സോയിൽഡ്. നമ്മുടെ കയ്യില് സോയിൽ ആയിട്ടുണ്ട്, മലിനമായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ്. എന്താണ്? ആൽക്കഹോൾ ഉള്ള ഹാൻഡ് റബ്ബുകൾ ഉപയോഗിച്ച്, സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് കൈകള് റബ്ബ് ചെയ്യുക. ഓക്കെ ആണോ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതിലെ ഭൂരിഭാഗവും പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സർജിക്കൽ അസെപ്സിസ്. It is to considered as a important aspects of infection control system. Involves sterilization of all instruments and equipment used for procedures that involve entering a person's body, such as surgical procedures, injection, insertion of intravenous or IV catheters, insertion of urinary catheters. അനുബാധ നിയന്ത്രണ സംവിധാനത്തിന്റെ ഒരു പ്രധാന വശമായിട്ട് നാം എന്ത് കാണപ്പെടുന്നു? സർജിക്കൽ അസെപ്സിസിനെ കണക്കാക്കപ്പെടുന്നു. ഇതിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ഇൻവോൾവ് സ്റ്റെറിലൈസേഷൻ അല്ലെ. നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ, എന്താണ്? സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട്, ഇഞ്ചക്ഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ IV ഇൻട്രാവീനസ് കത്തീറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ യൂറിനറി കത്തീറ്റേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയുള്ള പാത്തജൻസിനെ എന്താണ്? നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? സ്റ്റെറിലൈസേഷൻ ടെക്നിക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ മിസ് പറയാം. സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഇൻട്രാവീനസ് കത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ യൂറിനറി കത്തീറ്റേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നാം ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളിലെയും ഇൻസ്ട്രുമെന്റ്സുകളിലൂടെയും ഉള്ള പാത്തജൻസിനെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ ടെക്നിക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ കത്തീറ്റേഴ്സ്, യൂറിനറി കത്തീറ്റേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എക്യുപ്മെന്റുകളിലെ ഇൻസ്ട്രുമെന്റുകൾക്ക് എന്താണ്? ഇൻഫെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പാത്തജൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കില്ലേ? ആണോ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി
ഇതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകളിലെയും എക്യുപ്മെന്റ്സുകളിലെയും പാത്തജൻസിനെ സ്റ്റെറിലൈസേഷൻ ഉപയോഗിച്ച് നമ്മ നശിപ്പിച്ച് കളയുന്ന രീതിയെയാണ് സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ബാരിയർ മെത്തേഡ് അല്ലെ. ബാരിയർ മെത്തേഡ് നമ്മൾ പറഞ്ഞു അല്ലെ, തടസ്സം സൃഷ്ടിക്കുക അല്ലെ. പാത്തജൻസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സം PPE കിറ്റുകൾ അല്ലെ. ബാരിയർ മെത്തേഡ്സ് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE. അപ്പൊ നോക്കിയതെല്ലാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ. ഗ്ലൗസ്, മാസ്കുകള് പറയേ അറിയാലോ. മാസ്ക് മാസ്ക് മാത്രല്ലോ, ഗ്ലൗസ്, പിന്നെ ഫേസ് ഷീൽഡ്, PPE കിറ്റ്, ഗൗൺസുകൾ അല്ലെ. പ്രൊട്ടക്റ്റീവ് ഐവിയർ പറയാൻ ഗ്ലാസുകൾ അല്ലെ. അപ്പൊ നോക്കിയേ, അപ്പൊ ഇതിൽ ഓരോന്നിനും ഓരോ നമ്പർ കൊടുത്തത് കണ്ടില്ലേ, അത് അതിന്റെ ബാച്ച് നമ്പർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ബാച്ച് നമ്പർ കൊടുത്തിരിക്കുന്നതാണ്. PPE കിറ്റിന്റെ ബാച്ച് നമ്പർ, ഗൗൺസിന്റെ ബാച്ച് നമ്പർ, ഷൂ കവറിന്റെ അല്ലെ ബാച്ച് നമ്പർ, കണ്ണടയുടെ അല്ലെ, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഐവിയറിന്റെ, മാസ്ക്, ഗ്ലൗസ്, അതിന്റെയൊക്കെ ബാച്ച് നമ്പേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ബെസ്റ്റ് ഓർഡർ ഫോർ പുട്ടിംഗ് ഓൺ PPE. നമ്മുടെ PPE ധരിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരുന്ന അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്ന് അറിയായിരുന്നായിരിക്കെങ്കിലോ? അറിയില്ലായിരുന്നു അല്ലെ. അപ്പൊ നോക്കിയേ, ബെസ്റ്റ് ഓർഡർ ഫോർ പുട്ടിംഗ് ഓൺ PPE. നമ്മുടെ PPE ധരിക്കുന്നതിനുള്ള ശരിയായ ഏറ്റവും നല്ല ഓർഡർ ആണ് താഴെ കൊടുക്കുന്നത്. ഫസ്റ്റ് മാസ്ക് ധരിക്കുക, രണ്ടാമത്തത് പ്രൊട്ടക്റ്റീവ് ഐവിയർ ധരിക്കുക, മൂന്നാമതായിട്ട് ഗൗൺസുകൾ ഇടുക, നാലാമത്തത് നമ്മുടെ ഗ്ലൗസുകള് ധരിക്കുക. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്തുക കേട്ടോ. നമ്മുടെ ബെസ്റ്റ് ഓർഡർ ഫോർ പുട്ടിംഗ് PPE ധരിക്കുന്നതിനുള്ള ശരിയായ ക്രമം അല്ലെ. മാസ്ക്, പ്രൊട്ടക്റ്റീവ് ഐവിയർ, ഗൗൺസ്, ഗ്ലൗസ്. ഓക്കെയാണോ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചു അല്ലെ, ഐസൊലേഷൻ പ്രിക്കോഷൻസ് പഠിച്ചു അല്ലെ. അപ്പൊ അതിൽ നോക്കിയേ, ഐസൊലേഷൻ പ്രിക്കോഷൻ നമുക്കറിയാം എന്താണ്. നമ്മുടെ പല രീതിയിൽ അല്ലെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡയറക്റ്റ് മെത്തേഡിലൂടെ അല്ലെ, കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഡ്രോപ്ലെറ്റ് പ്രിക്കേഷൻസ് അല്ലെ, ഡ്രോപ്ലെറ്റിലൂടെ പടരുന്നുണ്ട് അല്ലെ. നമ്മൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വായുവിൽ വന്നിട്ട് നമുക്ക് സ്കിൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട്, എയർബോണിലൂടെ. നെക്സ്റ്റ് എന്താണ് എയർബോണിലൂടെ അല്ലെ. അപ്പൊ ആ ഒരു 3 രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്ന രീതി, ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിനെ താമസിപ്പിക്കുന്ന റൂമിന്റെ ടൈപ്പ് എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. ഫസ്റ്റത്തെ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അല്ലെ. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, prevent transmission of infection spread by direct or indirect contact with the patient or patient's environment. എന്താണ് നമ്മുടെ ഡയറക്റ്റ് നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ആ ഒരു പേഷ്യന്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റുള്ള ആ ഒരു എൻവിയോൺമെന്റിൽ നിന്ന് എന്തെടുക്കുന്നുണ്ട്, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെ. ഇൻഫെക്ഷൻസ് ട്രാൻസ്മിഷൻ നടത്തുന്നു. അപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഏതാണ്, ഗൗൺസ് ആൻഡ് ഗ്ലൗസ് അല്ലെ. എന്താണ് നമ്മൾ ഗ്ലൗസുകളും ഗൗൺസുകളും ധരിക്കുക. നെക്സ്റ്റ് പറയുന്നത് ആ ഒരു പേഷ്യന്റിനെ താമസിപ്പിക്കേണ്ട റൂം എങ്ങനെയായിരിക്കണം, സിംഗിൾ പേഷ്യന്റ് റൂം അല്ലെ. അങ്ങനെ തന്നെയാണ് ഐസൊലേറ്റഡ് ചെയ്യുമ്പോൾ നമ്മൾ താമസിപ്പിക്കുന്നത് അല്ലെ. 2 പേരെ നമ്മൾ ഒരു റൂമിൽ താമസിപ്പിക്കാറുണ്ടോ? ഇല്ല അല്ലെ, ഒരാൾക്ക് ഒരു റൂം അല്ലെ. അപ്പൊ സിംഗിൾ പേഷ്യന്റ് റൂം. ഓക്കെയാണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഡ്രോപ്ലെറ്റ് അല്ലെ. ഡ്രോപ്ലെറ്റ് എന്താണ്, പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ സ്പ്രെഡ് വിയ എയർ ഡ്രോപ്ലെറ്റ് ബൈ കഫിംഗ്, നീസിംഗ്, ടോക്കിംഗ് ഓൺ ക്ലോസ് കോണ്ടാക്ട് വിത്ത് റെസ്പിറേറ്ററി സെക്രീഷൻസ്, മുക്കസ് മെംബ്രെയിൻ അല്ലെ. എന്താണ് നമ്മുടെ ആ ഒരു ഇൻഫെക്ഷൻസ് ഡ്രോപ്ലെറ്റിൽ കൂടി എന്താണ് നമുക്ക് തുമ്മുകയോ അല്ലെ
കഫയിൽ ചുമയ്ക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നമ്മ ആ ഒരു ആളുടെ സെക്രീഷ്യൻസ് കഫം, ഉമിനീര്, കഫം അങ്ങനെയുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് സംഭവിച്ചിട്ട് എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മ എന്താണ് അങ്ങനെയുള്ള സമയത്ത് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ എന്താണ് PPE കിറ്റിൽ ധരിക്കേണ്ടത്? സർജിക്കൽ മാസ്കുകൾ അല്ലെ. സർജിക്കൽ മാസ്കുകൾ ധരിക്കുക. ആ ഒരു പേഷ്യന്റിന്റെ റൂം എങ്ങനെയായിരിക്കണം? സിംഗിൾ പേഷ്യന്റ് റൂം ആയിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എയർ ബോൺ അല്ലെ. എയർ ബോണിലൂടെ എങ്ങനെയാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്? prevent transmission of infection that remain infections over long distance when suspended in the air അല്ലെ. എന്താണ് നമ്മുടെ എയറിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് അല്ലെ, പ്രവേശിക്കുന്നുണ്ട് അല്ലെ. അയാൾ എന്താണ് ഈ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ വായുവിൽ ആ ഒരു ഇൻഫെക്ഷൻസ് ബാധിക്കുന്നുണ്ട് അല്ലെ, എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ആ ഒരു ഇൻഫെക്ഷൻസ് കുറച്ചു നേരം ആ ഒരു വായുവിൽ തങ്ങി നിൽക്കും അല്ലെ. ആണോ? എന്നിട്ട് അതെന്ത് ചെയ്യും? മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആണ് എയർബോൺ ഇൻഫെക്ഷൻസ്, എയർബോൺ ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് എന്താ? അപ്പൊ നോക്കിയേ, അപ്പൊ എന്ത് തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് അവർ ധരിക്കേണ്ടത്? N95 ഓർ ഹയർ ലെവൽ റെസ്പിറേറ്റർ അല്ലെ. N95 മാസ്കുകൾ അല്ലെങ്കിൽ ഹയർ ലെവൽ റെസ്പിറേഷൻ മാസ്കുകൾ ആയിരിക്കണം അവർ ധരിക്കേണ്ടത്. അവരുടെ റൂം ടൈപ്പ് എങ്ങനെയായിരിക്കണം? എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം, AIIR ചോദിക്കാട്ടോ, ക്വസ്റ്റ്യൻ വരാം. എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം, എയർബോണിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു റൂം ആയിരിക്കണം, ഐസൊലേഷൻ റൂം ആയിരിക്കണം അവർക്ക് നൽകേണ്ടത്. നെഗറ്റീവ് പ്രഷർ സ്പെഷ്യൽ വെന്റിലേഷൻ റൂമുകൾ ആയിരിക്കണം അവർക്ക് നൽകേണ്ടത്. നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണത്തിലും പ്രഷറിലും നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ആ ഒരു സെക്ഷനിലും താഴെ പ്രഷർ വരുന്ന ആ ഒരു റൂമിലായിരിക്കണം ആ ഒരു പേഷ്യന്റിനെ താമസിപ്പിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ വായുവിന്റെ സഞ്ചാരമില്ലേ, നെഗറ്റീവ് പ്രഷർ ഉള്ള റൂമിലേക്ക് എന്ത് പറ്റും? മറ്റ് സെക്ഷനിൽ നിന്ന് അവിടേക്ക് വായുവിന്റെ സഞ്ചാരം ഉണ്ടായിരിക്കും. പക്ഷെ ഈ റൂമിൽ നിന്ന് നെഗറ്റീവ് പ്രഷർ നൽകുന്ന ആ ഒരു റൂമിൽ നിന്ന് വായുകൾ എങ്ങോട്ട് പോകില്ല? മറ്റ് സെക്ഷനിലേക്ക് പ്രവേശിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇൻഫെക്ഷൻസിനെ ആ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമായിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ട് അല്ലെ, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് പ്രഷർ റൂമുകളിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ വെന്റിലേഷൻ ഉള്ള റൂമുകളിലോ നമ്മുടെ പേഷ്യന്റിനെ താമസിപ്പിക്കുക. ഓക്കെ ആണോ? എന്ന് വെച്ചാല് നമ്മുടെ വായു മറ്റ് ഏരിയാസിൽ നിന്ന് ഈ ഒരു റൂമിലേക്ക് വരും, എൻറ്റർ ചെയ്യും. പക്ഷെ ഈ ഒരു നെഗറ്റീവ് പ്രഷർ കൊടുത്തിരിക്കുന്ന ആ ഒരു റൂമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വായു എന്ത് ചെയ്യില്ല? മറ്റു ഏരിയയിലേക്ക് പോകില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ നമ്മുടെ ഇൻഫെക്ഷൻസ് മറ്റു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് പ്രഷർ റൂമുകളിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ വെന്റിലേഷൻ റൂമുകളിലോ ആ ഒരു പേഷ്യന്റിനെ താമസിപ്പിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുന്നത്? അവോയ്ഡ് സ്പ്രെഡ് ചെയ്യാൻ അല്ലെ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പിന്നെന്താണ്? ആ രോഗി മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നത് നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ അവർ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുമ്പോൾ? അപ്പൊ നോക്കാം നമുക്ക് അല്ലെ. Isolation precautions are guidelines followed to contain the pathogens and limit its exposure to others as much as possible. എന്താണ്?
രോഗകാരിയെ നമ്മുടെ പത്തജൻസിനെ നിയന്ത്രിക്കുന്നതിനും ആ ഒരു രോഗി മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നത് പരമാവധി പരിമിതപ്പെടുത്തുന്നതിനും പാലിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്, ഗൈഡ് ലൈൻസ് ആണ് ഇത് ഐസൊലേഷൻ പ്രിക്കോഷൻസ്. ഓക്കെയാണോ? ആ ഒരു പാത്തജൻസിനെ അല്ലെ, ആ ഒരു രോഗിയിലുള്ള ആ ഒരു പാത്തജൻസ്, രോഗകാരി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുന്നതിനും ആ ഒരു രോഗി മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നത് പരമാവധി പരിമിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഗൈഡ് ലൈൻസുകളാണ് എന്ത്? ഐസൊലേഷൻ പ്രിക്കോഷൻസ്. ഓക്കെയാണോ? കണ്ടെയ്നാണ് കേട്ടോ, കണ്ടെയ്ൻ തന്നെയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും ഭാഗം ജസ്റ്റ് ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുക്കാലോ നമുക്ക്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. ഓൾവേസ് ഫോളോ ദീസ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അല്ലെ, നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഏതൊക്കെയാണ് അല്ലെ? താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് പെർഫോം ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി പേഷ്യൻസ് കോണ്ടാക്ട് അല്ലെ. ഓരോ പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യാണ്? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഹൈജീൻ ചെയ്യുക അല്ലെ. നമ്മൾ ആൽക്കഹോൾ കണ്ടന്റുകളുള്ള ഹാൻഡ് റബ് ഉപയോഗിച്ച് റബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൈകള് കഴുകുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് when risk of body fluid exposure. എന്താണ്? ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ നടക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കാന്ന്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസിനെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെ. അപ്പൊ അങ്ങനെ എക്സ്പോസർ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സമ്പർക്കം വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് പറയുന്നത് യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഷാർപ്പ് സേഫ്റ്റി അല്ലെ. എന്താണ്? ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ എന്താണ്? നമ്മൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുകയും ഡിസ്പോസ് ചെയ്യുകയും നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യാം അല്ലെ. ഇപ്പൊ സിറിഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് എന്താണ്? നീഡില് നമുക്ക് എന്താണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യിക്കാം അല്ലെ, ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച്. അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് സുരക്ഷിതമായി ഉപയോഗിക്കുകയും അത് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. വായിക്കാൻ പറ്റുന്നുണ്ടോ? അതാ പ്രിന്റില്. ഓക്കെ, വായിക്കാൻ പറ്റുന്നില്ല അല്ലെ? പറ്റാത്തവര് ജസ്റ്റ് എഴുതി വെച്ചോ കേട്ടോ. അതുമ്പോ തന്നെ ഒന്ന് എഴുതി വെച്ചോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് പറയണോ മിസ്? പറഞ്ഞു തരണോ? മിസ് എഴുതി വെച്ചിട്ടാ വന്നേക്കുന്നത്. മിസ് ക്ലിയർ അല്ല പ്രിന്റില്. ഓക്കെ, ഫസ്റ്റത്തെ എഴുതിയെടുത്തോ കേട്ടോ. പെർഫോം ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ. പെർഫോം ഹാൻഡ് ഹൈജീൻ before and after every patient contact. Every
patient contact. ഇതാണ്. നെക്സ്റ്റ് പറയുന്നത് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPE എന്ന് എഴുതിയാൽ മതി കേട്ടോ. യൂസ് PPE when risk of body, when risk of body fluid exposure. ഓക്കെ ആണോ? മൂന്നാമത്തേത് use and dispose of sharp safety. ഓക്കെ ആണോ? നെക്സ്റ്റ് നാലാമത്തേത് perform routine environmental cleaning. Perform routine environmental cleaning. എന്ത് ചെയ്യാന്നാ പറഞ്ഞേക്കണേ? നാലാമത്തേത് റുട്ടീൻ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ക്ലീനിങ് നടത്താല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഒരു പരിധി വരെയും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാലോ. ആണോ? നെക്സ്റ്റ് ഇപ്പത്തെ സൈഡില് ഫസ്റ്റത്തെ വരുന്നത് ക്ലീൻ ആൻഡ് reprocessors shared patient equipment. Clean and reprocessors shared patient equipment. നമ്മ എന്താണ് ചില എക്യുപ്മെന്റുകള് എല്ലാ പേഷ്യൻസിലും ഉപയോഗിക്കുന്നുണ്ടാവാം അല്ലെ. സ്റ്റെതസ്കോപ്പ്, അങ്ങനെയുള്ള തെർമോമീറ്റേഴ്സ്. ഏതിന്റെയാണ്? റീപ്രോസസിംഗ് ആണോ? REPROCESS reprocessor. അപ്പൊ ഇങ്ങനെയുള്ള നമ്മ മറ്റുള്ള നെക്സ്റ്റ് വേർഡ് ഷെയ്ഡ്. ക്ലീൻ ആൻഡ് റീപ്രോസസ് ഷെയ്ഡ് SHARED ഷെയർഡ് പേഷ്യന്റ് എക്യുപ്മെന്റ്. എന്താണ് നമ്മൾ ഒരുപാട് പേഷ്യൻസിൽ ഉപയോഗിക്കുന്നത് അല്ലെ. സ്റ്റെതസ്കോപ്പ് എന്താണ് ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മ അത് കളയോ? തെർമോമീറ്റർ ഒക്കെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മ എല്ലാ പേഷ്യൻസിലും അങ്ങനെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യാ? ക്ലീൻ ചെയ്യുകയും അത് റീപ്രോസസ് ചെയ്യുക അല്ലെ. സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് ഇറ്റിക്വിറ്റി. മര്യാദകൾ എന്താണ്? നമ്മ കഫ് മര്യാദകൾ ഏതൊക്കെയാണ്? നമ്മുടെ ചെറിയ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതിലേ മുതൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഫേസ് കവർ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മര്യാദകള് റെസ്പിറേറ്ററി ഹൈജീനുമായി ബന്ധപ്പെട്ട് വാവൊത്തി ചുമക്കാൻ അല്ലെ. അപ്പൊ എന്താണ്? ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് ഇറ്റിക്വിറ്റി. ETIQUE ഒന്നുകൂടെ പറയണം. ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ. ജലദോഷവും ചുമയൊക്കെ വരുമ്പോ നമ്മ പറയാറുണ്ടല്ലേ. നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങള് അല്ലേ. അപ്പൊ അതുമായി ബന്ധം ചുമക്കുക തുമ്മുക ഒക്കെ ചെയ്യുമ്പോ വായും മൂക്കും പൊത്തിപ്പിടിക്കുക അല്ലെ. മറ്റുള്ളവരുടെ മുഖത്തേക്ക് തുമ്പരുത് അല്ലെ.
ആണോ? മറ്റുള്ളവരുടെ ഫേസ്, അവരുടെ മുഖത്തോട് മുഖം നോക്കി നിന്ന് ചുമക്കിയത് തിരിഞ്ഞു നിന്നല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഹൈജീൻ, ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് ഇറ്റിക്വിറ്റി. കിട്ടിയോ? ഫർസാനെ ആരാ ചോദിച്ചേ? ഓക്കെ ആണോ? കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയട്ടെ മിസ്. നെക്സ്റ്റ് യൂസ് അസെപ്റ്റിക് ടെക്നിക്. അസെപ്റ്റിക് ടെക്നിക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെറിലൈസേഷൻ ചെയ്യുക, സാനിറ്റേഷൻ ചെയ്യുക, ക്ലീനിങ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അസെപ്റ്റിക് ടെക്നിക്സുകൾ ഉപയോഗിക്കുക നമ്മുടെ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് ഹാൻഡിൽ ആൻഡ് dispose of waste and used linen safety. നമ്മ എന്താണ് ഉപയോഗിച്ചതായിട്ടുള്ള വേസ്റ്റുകള്, ലിനൻസ്, അതൊക്കെ എന്താണ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും അത് നിർമാർജനം ചെയ്യുക, ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് സർവീലൻസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഓഫ് എൻ ഇഫക്റ്റീവ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അല്ലെ. നമ്മുടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു കമ്പോണന്റ് ആണ് എന്ന് പറയുന്നത് സർവീലൻസ് അല്ലെ, നിരീക്ഷണം എന്ന് പറയുന്നത് അല്ലെ. സർവീലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സിസ്റ്റമാറ്റിക് കളക്ഷൻ, അനലൈസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഡാറ്റ about the occurrence of HCAIs in a definite patient populations. Like HCAI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഒരു നിശ്ചിത രോഗി ജനസംഖ്യയില, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ആ ഒരു നിശ്ചിത രോഗി ജനസംഖ്യയില നമ്മുടെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലെ, അത് മറ്റു രോഗികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റമാറ്റിക് ഡാറ്റാസ് കളക്ട് ചെയ്യണോ? എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ, ഏതൊക്കെ രീതിയിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡാറ്റാസിന്റെ കളക്ഷൻ അല്ലെ ശേഖരിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ കുറെ ഡാറ്റാസ് ശേഖരിച്ചാൽ മാത്രം മതിയോ? ഏതൊക്കെ പേഷ്യൻസിനാണ് സ്പ്രെഡ് ചെയ്തത്, അവർക്ക് ഉണ്ടാക്കിയ സിംറ്റംസ് എന്തൊക്കെയാണ്, അങ്ങനെ വെറുതെ ഡാറ്റാസ് ശേഖരിച്ചാൽ മാത്രം മതിയോ? അത് അനലൈസ് ചെയ്യണം അല്ലെ, വിശകലനം ചെയ്യുക. കൂടാതെ അതെന്ത് ചെയ്യണം? ഇന്റർപ്രിട്ടേഷൻ അല്ലെ, വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻസ് നടത്തുക. കൂടാതെ ഡിസെമിനേഷൻ, ആ ഒരു ഡാറ്റാസ് ഡിസെമിനേഷൻ നടത്തുക. എന്നിവയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീലൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ പുതുതായിട്ട് ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് ശേഖരിക്കുക. ആ ശേഖരിച്ച ഡാറ്റാസിന്റെ വിശകലനം ചെയ്യുക, അത് ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെ. കൂടാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഡിസെമിനേഷൻ, വ്യാപനവും മനസ്സിലാക്കുന്ന ആ ഒരു രീതിയെയാണ് എന്ത് പറയുന്നത്? നിരീക്ഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇപ്പൊ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയും നിപ്പയൊക്കെ വന്നപ്പോ എന്താണ്? അത് വന്ന രോഗികളിൽ നിന്ന് അല്ലെ ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്ത് അവര് അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് അല്ലെ ഫൈനൽ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നത്. അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ, എവിടെ നിന്നാണ് പകരുന്നത് അല്ലെ, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാം എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻസിലേക്ക് എത്തിച്ചേർന്നത്. ആ റൂട്ട് മാപ്പ് എടുത്തു അല്ലെ, ഇന്റർപ്രിട്ടേഷൻസിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ
അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ്, പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീലൻസ്, നിരീക്ഷണം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രമല്ല കേട്ടോ, ജസ്റ്റ് ആ ഒരു അസുഖത്തെ കുറിച്ച് ഒബ്സർവ് ചെയ്യുക മാത്രമല്ല കേട്ടോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് ശേഖരിക്കുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നുണ്ട്, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർവീലൻസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ്, all people potentially carry infectious microorganisms. അല്ലെ, നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ മിസ്സിന് പറയാൻ പറ്റില്ല, ഇല്ല അല്ലെ, ആർക്കും പറയാൻ പറ്റില്ല അല്ലെ. എല്ലാവരുടെ ശരീരത്തിൽ എന്തുണ്ട്, സൂക്ഷ്മാണുക്കൾ വഹിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മ ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻസ് പറിച്ചു എന്താണ്, അവര് ചില സമയത്ത് ഓപ്പർച്യൂണിസ്റ്റിക് ആവുന്നുണ്ട് അല്ലെ. നമ്മുടെ ശരീരം വീക്ക് ആവുന്ന സമയത്ത്, എന്തെങ്കിലും സർജറീസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് അവസരങ്ങൾ കിട്ടി അവര് തന്നെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, എല്ലാ ആളുകളും അവരുടെ ശരീരത്തിൽ എന്ത് മൈക്രോ ഓർഗാനിസംസിനെ വഹിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, ആസ് സച്ച് it must be assumed that all blood and body fluid substances are potentially infectious. എന്താണ്, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് എല്ലാവരുടെയുള്ള രക്തങ്ങള്, ബോഡി സ്രവങ്ങൾ, അതേപോലെയുള്ള സബ്സ്റ്റൻസുകളൊക്കെ എന്താണ്, ഇൻഫെക്ഷൻസ് ആവാൻ സാധ്യതയുള്ളതാണ് അല്ലെ. എന്റെ ശരീരത്തിൽ, എന്റെ ബ്ലഡില് ഇൻഫെക്ഷൻസ് ബാധ ഉണ്ടാക്കില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, എല്ലാവരുടെ ശരീരത്തിലും ഇൻഫെക്ഷൻസിനെ വഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരും എന്താണ്, എല്ലാവരുടെ ശരീരത്തിലുള്ള ബ്ലഡും മറ്റ് ബോഡി ഫ്ലൂയിഡ്സുകളും അതർ സബ്സ്റ്റൻസസ് എന്താണ്, ഇൻഫെക്ഷൻസ് ആവാൻ സാധ്യതയുള്ളതാണ്. Standard precautions are the work practices required to achieve basic level of infection prevention and control. എന്താണ്, നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് അണുബാധ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു അടിസ്ഥാന തലത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അല്ലെ. ഹാൻഡ് ഹൈജീൻ ചെയ്യുക, ഇറ്റിക്വിറ്റി എന്താണ്, നമ്മുടെ തുമ്മുകയോ ചുമക്കൊക്കെ ഇറ്റിക്വിറ്റീസ് പാലിക്കുക, എന്താണ്, ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആണോ? ബേസിക് ലെവലിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻഷൻ പ്രോഗ്രാമുകളല്ലേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ, ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നതൊക്കെ. അപ്പൊ എന്താണ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നത് നമ്മുടെ അണുബാധ തടയുന്ന, ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന അടിസ്ഥാന തലത്തിലുള്ള പ്രാക്ടീസസ്, പ്രവർത്തനങ്ങളാണ്. ഓക്കെയാണോ? നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ എയിം എന്തായിരിക്കും, ലക്ഷ്യം എന്തായിരിക്കും നമുക്കറിയാം അല്ലേ. ഇറ്റിക്വിറ്റീസ് പാലിക്കുക, ഹാൻഡ് ഹൈജീൻ ചെയ്യുക, ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, നമുക്ക് മറ്റ് എല്ലാ പേഷ്യൻസിനും അവോയ്ഡ് ഇൻഫെക്ഷൻസ് അല്ലേ. അപ്പൊ നോക്കിയേ, the use of standard precautions to minimize and where possible eliminate the threat of infection transmission, particularly those caused by blood-borne viruses. അല്ലെ, എന്താണ് നമ്മുടെ അണുബാധ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇൻഫെക്ഷൻസ് ട്രാൻസ്മിഷൻ, ആ ഒരു അണുബാധ ട്രാൻസ്മിഷൻ പകരുന്നതിനുള്ള ആ ഒരു ഭീഷണി തടയുക, എലിമിനേറ്റ് ചെയ്യുക. അതെന്താണ്, ആ ഒരു റിസ്ക് അല്ലെ, നമ്മുടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ആ ഒരു റിസ്ക് മിനിമൈസ് ചെയ്യുക. കൂടാതെ എന്താണ്, നമ്മുടെ രക്തത്തിലൂടെ പടരുന്ന വൈറസുകളും കുറയ്ക്കുക എന്നുള്ളതല്ലേ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് കൊണ്ടുള്ള എയിം. ഇതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ തടയുക, നിയന്ത്രിക്കുക എന്നുള്ളതല്ലേ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എയിം എന്ന് പറയുന്നത് അല്ലേ.
എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷന്റെ എയിം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസിനെ മിനിമൈസ് ചെയ്യുക അല്ലെ, നമ്മുടെ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തജൻസിനെ മിനിമൈസ് ചെയ്യുക, കൂടാതെ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ കുറയ്ക്കുക. നെക്സ്റ്റ് എന്താണ് നമ്മുടെ രക്തത്തിലൂടെ പടരുന്ന വൈറസുകളുടെ എന്താണ് ആ ഒരു റിസ്കുകളും കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് standard precautions are designed to reduce the risk of transmission of microorganisms from both recognized and unrecognized source of infection in the hospital. നമുക്കറിയാം, നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും ഇൻഫെക്ഷൻസ് നമുക്ക് എവിടെ നിന്നാണ് സ്പ്രെഡ് ചെയ്തത് അല്ലെ. ചില സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഇൻഫെക്ഷൻസ് എവിടെ നിന്ന് നമുക്ക് വന്നു എന്ന്? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമുക്ക് തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാത്തതുമായ സോഴ്സുകൾ ഉണ്ട് അല്ലെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള. ഹോസ്പിറ്റലിൽ പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം അല്ലെ. എന്താണ് സ്റ്റാഫുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യൻസിൽ മറ്റു പേഷ്യന്റുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്യുപ്മെന്റുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആ ഒരു പേഷ്യന്റിൽ നിന്നുള്ള ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ അവര് തൊട്ട ആ ഒരു സർഫസിൽ ടച്ച് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യാം അല്ലെ. പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാലോ. അപ്പൊ എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പടരുന്ന അല്ലെ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ഇൻഫെക്ഷൻസിനെ തിരിച്ചറിയുന്നതും തിരിച്ചറിയാത്തതുമായ ആ ഒരു സോഴ്സസിൽ നിന്നുള്ള ആ ഒരു റിസ്കുകൾ, ആ ഒരു ട്രാൻസ്മിഷന്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ ഇൻ ദി ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പടരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് അല്ലെ, അത് നമുക്ക് എന്താണ് ചില സിറ്റുവേഷനിൽ നമുക്ക് പറയാം എവിടെ നിന്നാണ് അതിന്റെ ഉറവിടം. ചില സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഇന്ന സ്ഥലത്ത് നിന്നാണ് അല്ലെങ്കിൽ ഇന്ന ആളിൽ നിന്നാണ് നമുക്ക് സ്പ്രെഡ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ തിരിച്ചറിയാത്തതുമായ സ്രോതസ്സുകളിൽ നിന്നുള്ള ആ ഒരു പാത്തജൻസിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു എന്താണ് ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പും ശേഷം എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കൈ കഴുകുക അല്ലെ. എല്ലാ രോഗികളിലും ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എല്ലാ രോഗിയിലും ഇൻഫെക്ഷൻ ഇല്ല അല്ലെ. ഹാൻഡ് വാഷ് ചെയ്യാന്നല്ലേ ഇല്ല. അപ്പൊ എന്താണ് ചിലരിൽ ഉണ്ടാവാം അല്ലെ. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻസിനെ തടയുന്നതിന് വേണ്ടി രൂപകൽപ്പന ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് standard precautions applies to all patients regardless of their diagnosis അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നമുക്കറിയാം നമുക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല ഏത് രോഗിയിലാണ് ഇൻഫെക്ഷൻസ് എന്നല്ലേ. അപ്പൊ എന്താണ് രോഗനിർണയം പരിഗണിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാ രോഗികൾക്കും ഉപയോഗിക്കണം അല്ലെ. എല്ലാ രോഗികളിലും ഉപയോഗിക്കാൻ ബാധകമല്ലേ, അപ്ലൈ ചെയ്യണം അല്ലെ. ഓരോ രോഗിയെ തൊട്ടതിന് ശേഷം കൈ കഴുകണം, PPE കിറ്റുകൾ ധരിക്കണം, മാസ്കുകൾ ധരിക്കണം അല്ലെ. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഓരോ രോഗിയുടെയും രോഗനിർണയം നമ്മൾ പരിഗണിക്കാതെ തന്നെ നമ്മൾ എല്ലാ പേഷ്യൻസിലും അപ്ലൈ ചെയ്യണം. Standard precaution shall be implemented when contact with any of the following are anticipated. എന്താണ് നമ്മൾ താഴെ പറയുന്ന ഏതെങ്കിലും ഒന്നുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആവശ്യമാണ്. ഫസ്റ്റ് പറയുന്നത് standard precautions apply to all patients regardless of their diagnosis or presumed infection status അല്ലെ. എന്താണ് ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് നമ്മൾ എല്ലാ രോഗികളിലും അപ്ലൈ ചെയ്യണം അല്ലെ, ഉപയോഗിക്കണം. അവരുടെ ഡയഗ്നോസിസ്, അവർക്ക് എന്ത് രോഗമാണ് അല്ലെ, അവരുടെ രോഗനിർണയം നോക്കാതെ അവർക്ക് പടരാൻ സാധ്യതയുള്ള അല്ലെ അവരെ ആ ഒരു അണുബാധ അവസ്ഥ ഇൻഫെക്ഷൻസിന്റെ ആ ഒരു സ്റ്റാറ്റസ് പരിഗണിക്കാതെ തന്നെ ഓരോ രോഗിയിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ?
നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞ ആ ഒരു സെന്റൻസ് തന്നെയാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാ രോഗിയിലും അപ്ലൈ ചെയ്യണം അല്ലെ. അവർക്ക് എന്ത് രോഗമാണ്, അവരെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അവരെ ആ ഒരു ഇൻഫെക്ഷൻസിന്റെ ആ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്ന് പരിഗണിക്കാതെ തന്നെ എല്ലാ രോഗിയിലും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ദ ഹാൻഡ്ലിംഗ് ഓഫ് അല്ലെ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? നോൺ ഇൻടാക്ട് സ്കിൻ, ദിസ് ഇൻക്ലൂഡ്സ് റാഷസ് അല്ലെ. എന്താണ്? നമുക്ക് കേടുകൂടാതെ ചർമ്മത്തിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ റാഷസ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മുറിവുകൾ വരാം അല്ലെ. അപ്പൊ ആ മുറിവുകളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാലോ. നെക്സ്റ്റ് പറയുന്നത് മൂക്കസ് മെമ്പറൈൻ അല്ലെ. നമ്മുടെ എന്താണ് കഫത്തിലൂടെയൊക്കെ എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ. മൂക്കസ് മെമ്പറൈൻസ്, ബ്ലഡ് ഇൻക്ലൂഡിങ് ഡ്രൈഡ് ബ്ലഡ് കേട്ടോ. എന്താണ് ബ്ലഡ്? എന്താണ് ബ്ലഡും പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഡ്രൈഡ് ബ്ലഡ്. എന്താണ് ഉണങ്ങിയ അല്ലെ. നമ്മ ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രതലത്തില് എന്താണ് ബ്ലഡ് വീണ് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും അല്ലെ, അവിടെയൊക്കെ നമ്മ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം എന്നൊക്കെ പഠിച്ചില്ലേ ലാബുകളിലൊക്കെ അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ബ്ലഡ് അവിടെ കിടന്നു ഉണങ്ങിയോ എന്നും നോക്കാതെ അല്ലെ, ബ്ലഡുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും നമ്മൾ എന്ത് ഉപയോഗിക്കണം? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉപയോഗിക്കണം. ഇപ്പൊ നമ്മൾ ചിലർക്ക് പറയാറുണ്ട് അല്ലെ, ആ ബ്ലഡ് ഉണങ്ങി ഇനി ഇൻഫെക്ഷൻസ് വരില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ. അപ്പൊ ഈ ബ്ലഡുമായി സമ്പർക്കം പുലർത്തുന്ന ഏതൊരു സമയത്തും നമുക്ക് എന്ത് ഉപയോഗിക്കണം? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. ഓൾ അതർ ബോഡി ഫ്ലൂയിഡ് സബ്സ്റ്റൻസസ് എക്സെപ്റ്റ് സ്വെറ്റ് അല്ലെ. എന്താണ് മറ്റ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സമയത്ത് എന്താണ് നമ്മുടെ വിയർപ്പ്, എക്സെപ്റ്റ് സ്വെറ്റ്, വിയർപ്പ് ഒഴികെയുള്ള മറ്റു ബോഡി ഫ്ലൂയിഡ്സുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സമയത്ത് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഓഫ് വെദർ ദേ ക്യാൻ വിസിബിൾ ബ്ലഡ്, എന്താണ് അത് ദൃശ്യമാണോ വല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ നമ്മ പറഞ്ഞു അല്ലെ. നേരത്തെ പറഞ്ഞു നമുക്ക് കൈ മലിനമായിട്ടുണ്ട് എന്ന് അല്ലെ. നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? റബ്ബ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് റബ്ബ് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് നമുക്ക് ആ ഒരു ബ്ലഡ് നമുക്ക് വിസിബിൾ ആയില്ലെങ്കിൽ ആൽക്കഹോൾ റബ്ബ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിന്റെ കറയുണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് പരിഗണിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? നോൺ ഇൻടാക്ട് ദിസ് ഇൻക്ലൂഡ് റാഷസ്. നെക്സ്റ്റ് മുക്കസ് മെമ്പറൈൻ അല്ലെ. നമ്മുടെ കഫം അങ്ങനെയുള്ളതുമായി സമ്പർക്കം പുലർത്തുന്ന സമയത്ത്, ബ്ലഡുമായി സമ്പർക്കം പുലർത്തുന്ന സമയത്ത്, മറ്റ് ബോഡി ഫ്ലൂയിഡ്സുമായി സമ്പർക്കം പുലർത്തുന്ന സമയത്തെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് പ്രാക്ടീസസ്. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ എന്താണ് ഇനി പറയുന്ന രീതികൾ, ഇനി പറയുന്ന പ്രാക്ടീസസുകൾ ഉൾപ്പെടുന്നു. ഫസ്റ്റ് പറയുന്നത് ദ സേഫ് യൂസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഷാർപ്സ് അല്ലെ. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ്, നീഡിൽസ്, സിറിഞ്ചുകള് അങ്ങനെയുള്ള ഐറ്റംസ് എന്താണ് സേഫ് ആയിട്ട് ഉപയോഗിക്കുകയും ശരിയായ രീതിയിൽ നിർമാർജനം ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓൾ പേഷ്യൻസ് കോണ്ടാക്ട് അല്ലെ. എല്ലാ പേഷ്യൻസിനെയും എന്താണ് അവരുമായി സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പും ശേഷവും അല്ലെ, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും കൈകള് കഴുകുക അല്ലെ, ഹാൻഡ് ഹൈജീൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് the use of personal protective equipment which may include gloves, impermeable അല്ലെ. നമുക്ക് എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകള് ഉപയോഗിക്കുക, വിച്ച് മേ ഇൻക്ലൂഡ്സ് ഗ്ലൗസുകൾ ഉപയോഗിക്കുക. കൂടാതെ ഇൻപെർമിയബിൾ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് പാത്തജൻസ് കടക്കാത്ത വിധത്തിലുള്ള PPE കിറ്റുകള് ധരിക്കുക. ഓക്കെ ആണോ? ഇൻപെർമിയബിൾ എന്ന് പറയുന്നത് കിടക്കാനാവാത്ത എന്തോ നമ്മുടെ ശരീരത്തിൽ എന്താണ് കിടക്കാൻ പാടില്ലാത്തത്? പാത്തജൻസ് അല്ലെ, ഇൻഫെക്ഷൻസ് ആണോ?
അപ്പൊ എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് കടക്കാത്ത വിധത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. പറയുന്നത് കേൾക്കുന്നുണ്ടോ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ മിസ് കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്ലാസ് ബ്രേക്ക് ആയി പോയത് കേട്ടോ. അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പിന്നെ മിസ് എടുത്തവരെ എല്ലാവരും നോക്കുക. കുറെ പേര് ലെഫ്റ്റ് ചെയ്ത് പോയിന്ന് തോന്നുന്നുണ്ട് അല്ലേ നമ്മുടെ ക്ലാസ് പോയപ്പോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? മിസ് എടുത്ത ഭാഗങ്ങൾ ഓക്കെ അല്ലേ എല്ലാവർക്കും?
ഓക്കെ, അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.